ലൈനിൽ ചെറിയൊരു പണിയുണ്ട്. ഫീസ് ഒന്ന് ഊരണം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പാഡിംഗ് കണ്ടോ ചെയ്യാൻ പോകണം. അപ്പോൾ പാഡിംഗ് ഒരാൾ ചെയ്യുന്ന കണ്ടറിയാം ആൾക്ക് ആക്ച്വലി ബോക്സിംഗ് അറിയോ ഇല്ലയെന്ന്. പല ആൾക്കാരും തെറ്റായിട്ടാണ് പാഡിംഗ് ചെയ്യുന്നത്. പാഡിംഗ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക, അടിച്ചു കൊടുക്കുക. ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവൻ്റെ പഞ്ച് റോങ് ആണെങ്കിലും ഇതുപോലെ ശബ്ദം കേൾക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് ഫ്ലിക്കിംഗ് മാത്രമാണ്. അതെങ്ങനെയാണെന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. പാഡ് ചെയ്യുമ്പോൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യുന്നവൻ്റെ കൈ പോകുമെന്ന് മാത്രമല്ല, ചെയ്യുന്നവൻ പഠിക്കില്ല. അപ്പോൾ കൃത്യമായി ചെയ്യാൻ വേണ്ടി നമ്മളിതൊരു 45 ഡിഗ്രി ആംഗിളിൽ നമ്മളുടെ ഫേസിലാണ് വെക്കേണ്ടത്, ഇവിടെയല്ല. ഒരു പോയിന്റിലാണ് എല്ലാ പഞ്ചസും വരുന്നത്. അപ്പോൾ നമ്മൾ പാഡ് പിടിക്കുമ്പോൾ നമ്മളൊരു 45 ഡിഗ്രിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ പഞ്ച് വരുമ്പോൾ ഇപ്പോൾ 1 ആണെങ്കിൽ ഫ്ലിക്ക് ചെയ്ത് കൊടുക്കുക, 2 ആണെങ്കിൽ ഇവിടുന്ന് ഫ്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പഞ്ച് ചെയ്യുന്നതിൻ്റെ ഇവിടെ വന്ന് കൈ താടാൻ ചാൻസ് ഉണ്ട്, ഇഞ്ചറി ആവാൻ ചാൻസ് ഉണ്ട്. ബിഗിനർക്കാണെങ്കിൽ ഉറപ്പായിട്ട് ഇഞ്ചറി വരും. ഒന്നില്ലെങ്കിൽ 45 ഡിഗ്രിയിൽ വെച്ചിട്ട് ഫ്ലിക്ക് ഇത്രേ ഉള്ളൂ. ആ പഞ്ച് വരുന്നു, ഫ്ലിക്ക് ആ പഞ്ച് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. 1 2 കണ്ട ഫേസിലാണ് 2 പഞ്ചും ഒരു പോയിന്റിലാണ് വരുന്നത്. അപ്പം ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ഫ്ലിക്ക് 1 2 കണ്ടോ, ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുക്കണുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ മുട്ടിച്ചു കൊടുക്കണ്ട. പാഡിങ് ചെയ്യുമ്പോൾ അടുത്ത വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ